നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് ആ മീനൊന്നും ഉടഞ്ഞിട്ടില്ല. കാരണം നമ്മൾ വറുത്തിട്ടിട്ട മീനല്ലേ, നല്ല ടേസ്റ്റായി മീൻ കഴിക്കാനായിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു മീൻ കറിയാണ്. ഓക്കെ, അടിപൊളി ടേസ്റ്റാണ്. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ചാളക്കറി ഉണ്ടാക്കാൻ പോണേ, മുളകിട്ട് വെക്കുന്നത്. അതിനുവേണ്ടി 1/2 കിലോ ചാള ഇത് വൃത്തിയാക്കിയതിന് ശേഷമുണ്ടേ അതൊന്ന് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ, 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്ത്, അതിനകത്ത് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തേ. ഇതൊക്കെ ഒന്ന് വരകി വെക്കേ, ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം അരപ്പൊക്കെ. ഇതിവിടെ ഇരിക്കട്ടെ, അതേ സമയം വേണ്ട. ഇതിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇടത്തരം 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടത്തരം 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, നമ്മുടെ സവാളയും ഗ്രേറ്റ് ചെയ്ത് വെച്ച്, ഇഞ്ചി, തക്കാളി ഇതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. ഒരു ഫ്രൈങ് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. വേണ്ടേ ഒരു 2 ടീസ്പൂണോളം, അല്ല 1 ടേബിൾ സ്പൂണോളം എണ്ണ വേണ്ടേ. ചൂടായ എണ്ണയിലോട്ട് മീനിട്ട് കൊടുക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതൊന്ന് മീനൊന്ന് വറുത്തെടുക്കേ. ഭയങ്കരമായിട്ടൊന്ന് ഫ്രൈ ഒന്നും ആവണ്ട, എന്നാലും ഒന്ന് ഫ്രൈ ആവണേ. ഇതൊന്ന് ഫ്രൈ ആയിട്ടെ. നമ്മുടെ മീനിൻ്റെ ഒരു വശം ഫ്രൈ ആയേ, തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഒരു വശം കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്, അതും കൂടെ ഫ്രൈ ചെയ്തിട്ടേ. ഓക്കെ, നമ്മൾ ഫിഷെല്ലാം നല്ല ഫ്രൈ ആയേ. ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ചട്ടി ഇങ്ങോട്ട് വെക്കാം. ഗ്യാസ് ഒന്ന് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിൽ 1/4 ടീസ്പൂൺ ഇല്ലേ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നല്ല ചുമന്ന് പൊട്ടണേ. നമ്മൾ ഉലുവയൊക്കെ നല്ല പൊട്ടിയേ. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ച് കൊടുത്ത്, ഇതിലോട്ട് ഈ ഇപ്പം നമ്മൾ അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ സവാളയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തേ. നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. ഈ ഉള്ളിയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ.
നമ്മൾ മീനിന് ഉപ്പിട്ടാണ് വറുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഈ ഉള്ളിയിലോട്ട് നമുക്ക് ഒരു 3 കഷ്ണം വെളുത്തുള്ളി ചതച്ചത് അതിട്ട് കൊടുക്കാം. ഈ വഴന്ന സവാളയില്ലേ അതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ച തക്കാളിയില്ലേ ഗ്രേറ്റ് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയുടെയും ആ പച്ച മണമൊന്നും മാറുന്നവരെ നമുക്ക് വഴറ്റിയിടേ. പെട്ടെന്നാണ് നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2.5 ടീസ്പൂൺ ചെറിയ മുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി എരിയുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴന്ന മസാലയിലോട്ട് ഒരു 2 കഷ്ണം പുളി, 1 കഷ്ണം കീറിയിട്ടേക്കാണ് അത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് അരപ്പിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. തീ ഇപ്പം മീഡിയത്തിന് മേളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. തിളക്കട്ടെ, നമുക്ക് ഇതൊന്ന് തിളക്കട്ടെ, കവർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മീൻ കറി തിളച്ച് ഒരു 2 മിനിറ്റോളം ഞാനിട്ട് തിളപ്പിച്ചതേ. കാര്യം ഫിഷ് ഫ്രൈ ആയിട്ടിരിക്കുന്നതാണ്. പിന്നെ നല്ലതുപോലെ തിളച്ച് ഒരു 2 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചേട്ടോ. ഇനി ഇതിനകത്ത് ഫ്രൈ ചെയ്തേക്കുന്ന മീനിൽ ഇപ്പം ഏത് മീൻ വേണമെങ്കിലും ഇടാം. വലിയ കഷ്ണമുള്ള മീനായാലും ഏത് മീൻ വേണമെങ്കിലും ഇടാം. മീനുടെ ഇതില്ല, ഈ ചാളയ്ക്ക് നല്ല രസമാണ്. ഇനി ഇത് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇത് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം മീഡിയത്തിലാണ് തീ കിടക്കുന്നത്. ഇത് കവർ ചെയ്ത് കൊടുത്തിട്ട് മീഡിയത്തിന് സിമ്മിന് ഇടയിൽ വെച്ച് ഒരു 8 മിനിറ്റ് വേണ്ട. കാര്യം മീനൊക്കെ വെന്തല്ലേ, പിന്നെ അരപ്പൊന്നും നല്ല കുറുകി വരണം ഈ മീനുമായിട്ട് ചേർന്ന്. അതിനുവേണ്ടി ഒരു 4-5-6 മിനിറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. 5-6 മിനിറ്റ് ഇട്ടേക്കാം. സിമ്മിനും തൊട്ട് മേലെ വെച്ചാൽ മതി. ഇങ്ങനെ കിടക്കട്ടെ, ഒരു 5 മിനിറ്റ് കഴിയട്ടെ. ഈ നോക്കിയാലോ, ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ ഈ സിമ്മിലിട്ടിട്ടുണ്ടായിരുന്നേ. നോക്കാം, നല്ല മണം. ഇതൊന്ന് ചുറ്റി കൊടുക്കാം. അതിന് മുമ്പേ ഇതിനകത്ത് ഒരു നുള്ള് ഉലുവാപ്പൊടിയെ, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. ഇതൊന്ന് ചുറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പിലയിട്ട് ഇതിനകത്തൊരു 3 പച്ചമുളക് 2ആയിട്ട് പിളർന്നത് അതിട്ട് കൊടുത്ത് ഇതിൽ ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ലേ. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മളെ മീൻ കറി നോക്കാം. ഓക്കെ, ഞാനിതൊന്ന് ഇളക്കാം. ഓക്കെ, നല്ല കുറുകിയ ചാറോടുകൂടി. ആ മീനൊന്നും ഉടഞ്ഞിട്ടില്ല. കാര്യം നമ്മൾ വറുത്തിട്ടിട്ട മീനല്ലേ, നല്ല ടേസ്റ്റായി മീൻ കഴിക്കാനായിട്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. ഓക്കെ,
അടിപൊളി ടേസ്റ്റാണ്. അപ്പോഴേ ഇതുപോലെ ഞാൻ താഴോട്ട് ഇറക്കി വെക്കേ. ഓക്കെ, നല്ല ടേസ്റ്റുള്ള മീനാണ്. ഞാൻ താഴോട്ട് ഇറക്കി വെക്കാം. നമ്മൾ ആ വറുത്തെടുത്ത മുളക് പറ്റിച്ച ചാളക്കറി സൂപ്പർ ടേസ്റ്റാണ്. ചാളയ്ക്ക് മാത്രമല്ല ഏത് ഫിഷിനും ഇതുണ്ടാക്കാം, ഏത് മീനും കൊണ്ടും ഇതുണ്ടാക്കേ. വലിയ വലിയ മീനില്ലേ, നെയ്മീനായാലും പിന്നെ ചൂരയായാലും എന്തിലും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഈ മീനൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഒന്നും ഉടയത്തില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.